ഖത്തർ എയർവേസിന്റെ ഭീമൻ വിമാനത്തിലെ യാത്രക്കാർ ഹൃദയം നിലച്ചുപോയ ആ നിമിഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അവരുടെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടാകും. ലാൻഡിങ്ങിനിടെ മരണത്തെ മുഖാമുഖം കണ്ട ആകാശയാത്രയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. അമേരിക്കയിലെ അറ്റ്ലാന്റ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കവെയാണ് ഖത്തർ എയർവേസിന്റെ കൂറ്റൻ എയർബസ് വിമാനം ശക്തമായ കാറ്റിന്റെ പിടിയിലകപ്പെട്ടത്. ആകാശത്തിന്റെ കൈകളിൽപ്പെട്ട ഒരു കടലാസ് തോണി പോലെ വിമാനം വശങ്ങളിലേക്ക് ഭീകരമായി ആടിയുലഞ്ഞു. നിയന്ത്രണം വിട്ട് തെന്നി മാറുമോ എന്ന് ഒരു നിമിഷം എല്ലാവരും ഭയന്നു. അതിശക്തമായ കാറ്റിൽ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ടയറുകൾ നിലത്ത് തൊട്ട നിമിഷം കാറ്റിന്റെ വേഗത ഇരട്ടിയായി. ഒരു ഞൊടിയിടയിൽ അപകടം ഉറപ്പെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് ഒരു സൂപ്പർ ഹീറോയെപ്പോലെ ചടുലമായ നീക്കത്തിലൂടെ ലാൻഡിംഗ് ഉപേക്ഷിച്ച് വിമാനം വീണ്ടും ആകാശത്തേക്ക് ഉയർത്തി. ഒരു സെക്കൻഡിന്റെ പോലും പിഴവില്ലാതെ അദ്ദേഹം എടുത്ത ആ ധീരമായ തീരുമാനം വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. അല്പസമയത്തിനകം കാലാവസ്ഥ അനുകൂലമായതോടെ വിമാനം സുരക്ഷിതമായി നിലത്തിറക്കി. അതേസമയം അബുദാബിയിലേക്ക് 280 യാത്രക്കാരുമായി പുറപ്പെടാനൊരുങ്ങിയ വിമാനത്തിൽ അഗ്നിബാധ. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. എത്തിഹാദ് എയർവേസിന്റെ വിമാനത്തിന്റെ ഇടതു ചിറകിൽ ടേക്ക് ഓഫിന് ഒരുങ്ങുന്നതിനിടെയാണ് തീ പിടിച്ചത്. വിമാനം ടേക്ക് ഓഫ് ഉപേക്ഷിച്ചു. പിന്നീട് ചെന്നൈ വിമാനത്താവളത്തിലാണ് സംഭവമുണ്ടായത്. യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കാൻ സാധിച്ചു എന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത്. അപകടത്തിൽ ആർക്കും തന്നെ പരിക്ക് പറ്റിയിട്ടില്ല. വിമാനത്താവളത്തിലെ അഗ്നിശമന വിഭാഗം വിമാനത്തിലെ തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം ചെന്നൈയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയതായിരുന്നു EY0343 എന്ന വിമാനം. രാവിലെ 10:15 വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ടിയിരുന്നത്. അതേസമയം ടേക്ക് ഓഫിനിടെ വിമാനമിടിച്ച് റൺവേയിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു. അമേരിക്കയിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവമുണ്ടായത്. ഡെൻവറിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് പോവുകയായിരുന്ന ഫ്രോണ്ടിയർ എയർലൈൻസിന്റെ എയർബസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ റൺവേയിലൂടെ നടക്കുകയായിരുന്ന വ്യക്തിയെ ഇടിക്കുകയായിരുന്നു. തൽക്ഷണം ഇയാൾ മരിച്ചു. ഇദ്ദേഹം വിമാനത്താവളത്തിലെ ജീവനക്കാരനല്ലെന്ന് അധികൃതർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടുത്തമുണ്ടാവുകയും ക്യാബിനിലേക്ക് പുക പടരുകയും ചെയ്തു. ഇതോടെ യാത്രക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചിരുന്നു. 12 യാത്രക്കാർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റെന്നും 5 പേരെ ആശുപത്രിയിൽ എത്തിച്ചെന്നും വിമാന കമ്പനി അറിയിച്ചു. വിമാനത്തിൽ 224 യാത്രക്കാരും 7 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. മരിച്ചയാൾ വിമാനത്താവളത്തിന്റെ സുരക്ഷാ വേലി ചാടിക്കടന്ന് റൺവേയിൽ എത്തിയെന്നാണ് പ്രാഥമികമായ നിഗമനം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകും വരെ സംഭവമുണ്ടായ റൺവേ അടച്ചിടുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു.